നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മോശം റോഡുകളുള്ള പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ തന്നെ പറയാം, അത് ആനിക്കാട് പഞ്ചായത്താണെന്ന്. ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകൾ തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പല റോഡുകളും സഞ്ചാരയോഗ്യമല്ല. മിക്ക റോഡുകളിലും പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയിട്ട് ദശാബ്ദങ്ങൾ ഏറെയായി. ആനിക്കാട്ടുകാർ ജനപ്രതിനിധികളോടെല്ലാം പറഞ്ഞു, ആരും തിരിഞ്ഞു നോക്കുന്ന മട്ടില്ല. അങ്ങനെ ഗതികെട്ടപ്പോൾ ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ ഒരാൾ സ്വയം രംഗത്ത് വന്നു. പൊതുപ്രവർത്തകനായ അജിത് നായരായിരുന്നു അത്. അദ്ദേഹം ഒരു ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ച് റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ ഭരണവർഗത്തോട് നിരന്തരം പോരാടി. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി മിക്ക റോഡുകളിലും പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇനിയും ഒരുപാട് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ബാക്കിയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആനിക്കാട് പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പ്രിയപ്പെട്ട അജിത് നായർ തിരുവല്ല മീഡിയയോട് അദ്ദേഹത്തിൻ്റെ ആവലാതികൾ പങ്കുവയ്ക്കുകയുണ്ടായി. സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രതികരണം ഞങ്ങളിവിടെ നൽകുകയാണ്. ആനിക്കാട് പഞ്ചായത്തിൽ കൂടി കടന്നു പോകുന്ന തിരുവല്ല ചേലക്കൊമ്പ് റോഡ് SND ചെയ്ത് കുളത്തുമൂഴി വരെയാക്കി. ഈ വഴിയുടെ പ്രാധാന്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലപ്പുഴ പേട്ട സംഘം സഞ്ചരിക്കുന്ന റോഡാണ്. അത് നാഷണലൈസ് റോഡായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകളെല്ലാം എല്ലാ റോഡുകളും തകർന്ന ഒരവസ്ഥയിലാണ് ആനിക്കാട് പഞ്ചായത്തിലെ. അതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിന്നെ റോഡ് കണക്ടിവിറ്റി മാത്രമല്ല, ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി. പുതിയ നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വഴിയാണ് അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ല വഴി എരുമേലിക്ക് പോകേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരത്തിലെത്താവുന്ന വഴി ആനിക്കാട്ടിൽ കൂടാണ്. അത് കുളത്തുമൂഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആനിക്കാട് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ആനിക്കാടിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം. ഇപ്പോൾ കാവനാക്കടവ് നെടുങ്കുന്നം റോഡ്, അതായത് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡായ കാവനാക്കടവ് നെടുങ്കുന്നം റോഡിൻ്റെ 2.5 കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ BMBC ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഏകദേശം 4 കിലോമീറ്റർ കൂടെ BMBC ചെയ്യണം. അതുപോലെ തന്നെ ആനിക്കാട് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡായ കാവനാൽക്കടവ് കുളത്തൂർമൂഴി ഏകദേശം 6 കിലോമീറ്റർ, അത് കണ്ണമ്പലാവ് കുളത്തൂർമൂഴി റോഡെന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ 2 വാർഡുകൾ കടന്നു പോകുന്ന ആ റോഡാണ്, ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണത്. അതുപോലെ തന്നെ നൂറാമാവ് പുന്നവേലി വഴി കുളത്തൂർമൂഴി, ആ റോഡ് കൂടി ഇത്ര അടിയന്തരമായിട്ട് ചെയ്യേണ്ട റോഡുകളാണ് പെട്ടതാണ്. അതുപോലെ തന്നെ തിരുവല്ല ചേലക്കൊമ്പ് റോഡ്, അതിൻ്റെ ബൈ റോഡായ തേലവൺ പുല്ലുകുത്തി റോഡ് 3 കിലോമീറ്റർ, അതായത് പ്രധാനപ്പെട്ട റോഡാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് താലൂക്ക് ആസ്ഥാനത്ത് നിന്ന് ആനിക്കാടിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിൽപ്പെട്ട റോഡാണ്. ആനിക്കാട് പഞ്ചായത്തിൽ MP എന്ന നിലയിൽ ആൻ്റണി ഒരു ആംബുലൻസ് അല്ല, അവരുടെ ഹെൽത്ത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആംബുലൻസ് പോലുള്ളൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തി. പിന്നെ കുറച്ച് ഹൈമാസ് ലൈറ്റ്, 3-4 ഹൈമാസ് ലൈറ്റ്. ഇതാണ് 15 വർഷമായിട്ട് ആനിക്കാട് പഞ്ചായത്തിന് നമ്മുടെ MP യുടെ സംഭാവന.